നമസ്കാരം, വെൽക്കം ടു രസതന്ത്ര അക്കാദമി. ബയോമോളിക്യൂൾസ് എന്ന യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് സിസ്റ്റംസിൽ കാണുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. 4 ടൈപ്പ് ഓഫ് ബയോമോളിക്യൂൾസ് ആണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വിറ്റമിൻസ്, ന്യൂക്ലിക് ആസിഡ്സ്. എൻസൈംസിനെ കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കാർബോഹൈഡ്രേറ്റ്സ് പഠിക്കാം. കെമിക്കൽ സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് കെമിസ്ട്രിയിലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ നോക്കിക്കോളൂ. കാർബോഹൈഡ്രേറ്റ്സ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് പോളിഹൈഡ്രോക്സി aldehydes or ketones or compounds which produce such units on hydrolysis. എന്താണ് അതിൻ്റെ അർത്ഥം? കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. പോളിഹൈഡ്രോക്സി, ഒരുപാട് ഹൈഡ്രോക്സി ഗ്രൂപ്പ്സ് ഉണ്ട്, 2ലധികം അനേകം ഹൈഡ്രോക്സി ഗ്രൂപ്പ്സ് ഉള്ള OH ഗ്രൂപ്പ്സ് ഉള്ള കോമ്പൗണ്ട്സ് ആണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പോ കീറ്റോ ഗ്രൂപ്പോ അവരിൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെയാണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, പോളിഹൈഡ്രോക്സി ആണ്, ദേ ആർ ഐദർ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഇനി ഇങ്ങനെയുള്ള ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പോളിഹൈഡ്രോക്സി, ആൽഡിഹൈഡോ കീറ്റോണോ ആയിട്ടുള്ള ചെറിയ യൂണിറ്റുകളെ ഹൈഡ്രോളിസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജ് മോളിക്യൂൾസിനെയും നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഡെഫിനിഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും. സ്വീറ്റ് ടേസ്റ്റിംഗ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ഷുഗേഴ്സ് എന്നും വിളിക്കും. ഇനി നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഷുഗേഴ്സ്, സാക്കറൈഡ് മീൻസ് ഷുഗേഴ്സ്. അപ്പോൾ ഈ സാക്കറൈഡ് എന്ന അർത്ഥത്തിലാണ് നമ്മളിനി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷന് പോകുന്നത്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിത്ത് വാട്ടർ. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു കാർബോഹൈഡ്രേറ്റ് എത്ര സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് യൂണിറ്റ്സ് തരും എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ് എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ മോണോസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ് മീൻസ് ദേ കനോട്ട് ബി ഹൈഡ്രലൈസ്ഡ് ടു സിംപ്ലർ യൂണിറ്റ്സ്. ഇനി നമ്മൾ ഹൈഡ്രോളിസിസ് വഴി ഇതിലും ചെറിയ യൂണിറ്റ്സ് ആക്കി മാറ്റാൻ സാധിക്കാത്ത കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ മോണോസാക്കറൈഡുകൾ എന്ന് വിളിക്കും. എക്സാമ്പിൾസ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്. ഇവരെയൊക്കെ നമുക്ക് ഹൈഡ്രോളിസിസ് വഴി അതിലും ചെറിയ കാർബോഹൈഡ്രേറ്റ് യൂണിറ്റ്സ് ആക്കി മാറ്റാൻ സാധിക്കില്ല. ഇനി ഡൈസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ 2 മോണോമർ യൂണിറ്റ്സ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് യൂണിറ്റുകളെ നൽകാൻ കഴിയുന്ന കാർബോഹൈഡ്രേറ്റ്സ്. എക്സാമ്പിൾ സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് എക്സെട്ര. ഒലിഗോസാക്കറൈഡ് മീൻസ് 2 to 10 സിമ്പിൾ ഷുഗർ മോളിക്യൂൾസ് ഹൈഡ്രോളിസിസ് വഴി തരുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ ഒലിഗോസാക്കറൈഡ്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾ റാഫിനോസ്, സ്റ്റാക്കിയോസ്. ഇനി പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ 10ലധികം മെനി സിമ്പിൾ ഷുഗർ യൂണിറ്റ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺ ഹൈഡ്രോളിസിസ് ഓഫ് സച്ച് മോളിക്യൂൾസ്. എക്സാമ്പിൾ സെല്ലുലോസ്, സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ. അങ്ങനെയുള്ള ലാർജ് നാച്ചുറൽ പോളിമേഴ്സ് ഹൈഡ്രോളിസിസ് വഴി 10ലധികം ഷുഗർ മോളിക്യൂൾസ് തരും. മറ്റൊരു തരത്തിലും കൂടെ നമുക്ക് ഷുഗേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. റെഡ്യൂസിങ് ഷുഗേഴ്സ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. ഫെല്ലിംഗ് സൊല്യൂഷൻ, ടോളൻസ് റിയേജൻ്റ് ഒക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ് പഠിച്ചപ്പോൾ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ 2 റിയേജൻസിനെ ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് റെഡ്യൂസിങ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് എന്നൊന്നുമില്ല. കാർബോഹൈഡ്രേറ്റ്സ് വെദർ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ഇഫ് they reduce Fehling solution or Tollens reagent, then those sugars or carbohydrates are known as reducing sugars. ഇപ്പോൾ ഫെല്ലിംഗ് സൊല്യൂഷൻ, ഫെല്ലിംഗ് എ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. അതിന് ബ്ലൂ കളറാണ്. റെഡ്യൂസ് ചെയ്യുന്ന ഷുഗറും ഈ ഫെല്ലിംഗ് സൊല്യൂഷനുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ബ്ലൂ കളർ ഓഫ് ദി ഫെല്ലിംഗ് സൊല്യൂഷൻ വിൽ ബി കൺവേർട്ടഡ് ടു ബ്രൗൺ കളേർഡ് കോപ്പർ ഓക്സൈഡ്. കോപ്പർ സൾഫേറ്റ് കോപ്പർ ഓക്സൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒബ്സർവേഷനാണ് നമ്മൾ ഫെല്ലിങ്സ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ
ആ കാർബോഹൈഡ്രേറ്റ് എന്താണ്? റെഡ്യൂസിങ് ഷുഗറാണ്. നോ കളർ ചേഞ്ച് ആണെങ്കിൽ ദി കാർബോഹൈഡ്രേറ്റ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. ടോളൻസ് റിയേജൻറ്റ് ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും ഒബ്സർവേഷൻ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സിൽവർ മിറർ വിൽ ബി ഫോംഡ് ഇഫ് ഇറ്റ് ഇസ് റെഡ്യൂസ്ഡ്. മനസ്സിലായല്ലോ? എല്ലാ മോണോസാക്രൈഡുകളും റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. ആൽഡിഹൈഡ്സ് ആകട്ടെ കീറ്റോൺസ് ആകട്ടെ അവരെല്ലാവരും റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. മീനിങ് ദേ റെഡ്യൂസസ് ഫെല്ലിംഗ് സൊല്യൂഷൻ ആൻഡ് ടോളൻസ് റിയേജൻറ്റ്. ഇനി നമ്മൾ മോണോസാക്രൈഡുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ദി ഫസ്റ്റ് വൺ ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഇസ് ഗ്ലൂക്കോസ്. C6H12O6 എന്ന മോളിക്കുലർ ഫോമിലുള്ള ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് കെയിൻ ഷുഗർ അഥവാ സൂക്രോസിൽ നിന്നാണ്. സൂക്രോസ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ് സൂക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, കെയിൻ ഷുഗർ ലബോറട്ടറിയിൽ കോൺസെൻട്രേറ്റഡ് HCl അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് H2SO4 ഉപയോഗിച്ച് 2 മണിക്കൂറോളം ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോളിസിസ് നടക്കും. ഹൈഡ്രോളിസിസ് നടന്നു കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു 2 different monosaccharide units. One is glucose and the other is fructose. നമ്മൾ സൂക്രോസ് ഡൈസാക്രൈഡിന് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ കുറച്ച് മുമ്പ്? അപ്പോൾ ഇത് ഹൈഡ്രോളിസിസ് വഴി 2 മോണോമർ യൂണിറ്റ്സ് ആയിട്ട് മാറി. One is glucose and the other is fructose. Glucose is also known as dextrose. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല C6H12O6 ആണ്. ഭൂമിയിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട് കൂടിയാണ് ഗ്ലൂക്കോസ്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഗ്ലൂക്കോസിൽ 6 കാർബൺ ആറ്റംസ് ഉള്ളത് സ്ട്രെയിറ്റ് ചെയിനിലാണെന്നുള്ളതിൻ്റെ എവിഡൻസ് ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇഫ് യു ഹീറ്റ് ഗ്ലൂക്കോസ് വിത്ത് ഹൈഡ്രജൻ അയഡൈഡ് യു വിൽ ഗെറ്റ് നോർമൽ ഹെക്സെയിൻ. നോർമൽ ഹെക്സെയിൻ്റെ സ്ട്രക്ചർ അറിയാലോ, സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള കാർബൺ ആറ്റംസ് ഉള്ള alkane ആണ് normal hexane. So this proves that glucose has 6 carbon atoms in a straight chain. ഗ്ലൂക്കോസിൽ കാർബണൈൽ ഗ്രൂപ്പ് C+O ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് നമുക്ക് 2 തരത്തിൽ പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒന്നെങ്കിൽ ഹൈഡ്രോക്സിലമീൻ NH2OH കൊണ്ട് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്യുക. ഹൈഡ്രോക്സിലമീനുമായിട്ടാണ് റിയാക്ഷൻ എങ്കിൽ CHO group will be converted to oxime. C+NOH oxime ആയിട്ട് മാറും. ഗ്ലൂക്കോസ് ഓക്സൈം വിൽ ബി ഫോംഡ്. ഇനി ഹൈഡ്രജൻ സയനൈഡുമായിട്ടാണ് റിയാക്ഷൻ എങ്കിൽ CHO ഗ്രൂപ്പ് വിൽ ബി കൺവേർട്ടഡ് ടു സയനോഹൈഡ്രൻ. C+Oയിലെ OHും ഓക്സിജൻ വിൽ ബി അറ്റാച്ച് ടു ഹൈഡ്രജൻ ആൻഡ് കാർബൺ വിൽ ബി അറ്റാച്ച് ടു സയനൈഡ്. നിങ്ങൾക്ക് ഇക്വേഷൻ കാണാം. ഗ്ലൂക്കോസ് സയനോഹൈഡ്രൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഓക്സൈം ഫോം ചെയ്ത് കഴിഞ്ഞാൽ കാർബണൈൽ ഗ്രൂപ്പ് ഇസ് പ്രസൻറ്റ്. ഇനി ഈ കാർബണൈൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ആൽഡിഹൈഡ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് മൈൽഡ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ മതി. സോ മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ബ്രോമിൻ വാട്ടറുമായിട്ട് ഗ്ലൂക്കോസ് ഹീറ്റ് ചെയ്യുന്നു. ബ്രോമിൻ വാട്ടറുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോണിക് ആസിഡ്. അതായത് ആ CHO ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇസ് കൺവേർട്ടഡ് ടു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. കീറ്റോ ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടില്ല. മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റിന് കീറ്റോണിൻ്റെ മേൽ ആക്ഷൻ ഇല്ല. സോ ദിസ് ഇസ് പ്രൂഫ് ദാറ്റ് ദി കാർബണൈൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇസ് ആൻ ആൽഡിഹൈഡ്. ഗ്ലൂക്കോസിൽ 5 ഹൈഡ്രോക്സി ഗ്രൂപ്പ്സ് ഉണ്ടെന്നുള്ളതാണ് അടുത്തത്. അസിറ്റിക് അൻഹൈഡ്രൈഡുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് വിൽ ഫോം പെൻറ്റാ അസറ്റേറ്റ്. 5 OH ഗ്രൂപ്പ്സ് ഉള്ളത് കൊണ്ടാണ് 5 അസറ്റേറ്റ് ഗ്രൂപ്പ്സ് നമുക്ക് കിട്ടുന്നത് ഗ്ലൂക്കോസ് മോളിക്യൂളിൽ. എല്ലാ OHും OCOCH3 ആയിട്ട് മാറും. യു ക്യാൻ സീ ദി സ്ട്രക്ചർ. 5 OH ഗ്രൂപ്പുകളിൽ ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് പ്രൈമറി ആണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരെണ്ണം പ്രൈമറി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? The hydroxy group is attached to a carbon which is attached to only one other carbon atom. എന്താണ് പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, isn't it? അപ്പോൾ ഇവിടെ 1 to 6 കാർബൺ ആറ്റംസ് ഉണ്ട്. ഫസ്റ്റ് കാർബണിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്തിലൊക്കെ എന്താണ് OH ഗ്രൂപ്പ്സ് ആണുള്ളത്. അതിൽ ലാസ്റ്റ് OH ഗ്രൂപ്പ് എന്നുള്ളത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം, ലാസ്റ്റ് കാർബൺ ആറ്റം ഇസ് അറ്റാച്ച് ടു ഓൺലി വൺ അതർ കാർബൺ ആറ്റം. ഫിഫ്ത്ത് കാർബൺ ആറ്റത്തോട് മാത്രമാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അതേസമയം 5,
4, 3, 2 ഒക്കെ സെക്കൻഡറി കാർബൺ ആറ്റംസ് ആണ് ഇല്ലേ? അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫ് നമ്മൾ ഒരു എന്താ പറയുക, ഓക്സിഡൈസിങ് ഏജൻറ്റ്, സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ് ലൈക്ക് HNO3 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദി പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പ് ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബോക്സിലിക് ഗ്രൂപ്പ്. സക്കാരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് നമുക്ക് കിട്ടും സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പും ഓക്സിഡൈസ്ഡ് ആയി, 6th കാർബണിലുള്ള OH ഗ്രൂപ്പ് പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പും ഓക്സിഡൈസ്ഡ് ആയി. 2 കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പുള്ള കോമ്പൗണ്ടാണ് സക്കാരിക് ആസിഡ്. സോ ദിസ് ഇസ് പ്രൂഫ് ദാറ്റ് ഗ്ലൂക്കോസ് കണ്ടെയ്ൻ എ പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പ്. ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഏകദേശം മനസ്സിലായി. ഇതാണ് ഗ്ലൂക്കോസ്. ഫസ്റ്റ് കാർബൺ ആറ്റം കാണാമല്ലോ. ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ CHO ഗ്രൂപ്പ്, സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ OH ഗ്രൂപ്പ് ഇസ് ഓൺ ദി റൈറ്റ് സൈഡ്, തേർഡ് കാർബൺ ആറ്റത്തിലെ OH ഗ്രൂപ്പ് ഇസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്, ഫോർത്തിലെ OH ഗ്രൂപ്പ് റൈറ്റിലാണ്, ഫിഫ്ത്തിലെ OH ഗ്രൂപ്പും റൈറ്റ് സൈഡിൽ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് കാർബൺ ആറ്റം ഇസ് എ പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ്. ദിസ് ഇസ് ദി ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഇനി ഈ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ഗ്ലൂക്കോസിനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന്, ഗ്ലൂക്കോസിൻ്റെ പെൻറ്റാ അസറ്റേറ്റ് ഫോമിന് ഹൈഡ്രോക്സിൽ അമീനോ ആയിട്ട് റിയാക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഡസ് നോട്ട് ഗിവ് എ ഓക്സൈം ഓഫ് ദി പെൻറ്റാ അസറ്റേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ല എന്നുള്ളതാണത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, 2,4-DNP ടെസ്റ്റ്, അതായത് 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്യുമല്ലോ സാധാരണ കാർബണൈൽ ഗ്രൂപ്പ്സ് ഒക്കെ. പക്ഷേ ഗ്ലൂക്കോസ് ആ ഒരു റിയാക്ഷൻ തരില്ല. നമുക്ക് റെഡിഷ് ബ്രൗൺ പ്രിസിപ്പിറ്റേറ്റ് ഒന്നും കിട്ടില്ല ബോഷേസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ ഷിഫ്സ് റിയേജൻറ്റുമായിട്ടും ടെസ്റ്റ് പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടില്ല. ഇതൊന്നും പോരാതെ ഗ്ലൂക്കോസ് എക്സിസ്റ്റ് ഇൻ 2 crystalline forms. One is known as alpha D plus glucose and the other is known as beta D plus glucose. ഗ്ലൂക്കോസിൻ്റെ ഈ ആൽഫ ക്രിസ്റ്റലൈൻ ഫോമും ബീറ്റ ക്രിസ്റ്റലൈൻ ഫോമും എങ്ങനെ വേർതിരിച്ചെടുക്കാൻ നോക്കാം. ആൽഫ ക്രിസ്റ്റലൈൻ ഫോം കിട്ടുന്നത് ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ 303 കെൽവിനിൽ ക്രിസ്റ്റലൈസ് ചെയ്തെടുത്തിട്ടാണ്. ആൽഫ ഗ്ലൂക്കോസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 419 കെൽവിനാണ്. ഇനി ബീറ്റ ഫോം ആയിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ക്രിസ്റ്റലൈസ് എ ഹോട്ട് സാച്ചുറേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് അറ്റ് 371 കെൽവിൻ. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. അതായത് 2 ഫോംസും ക്രിസ്റ്റലൈസ് ചെയ്ത് കിട്ടുന്നത് 2 ടെമ്പറേച്ചറിലാണ്. ബീറ്റ ഫോം ക്രിസ്റ്റലൈസ് ചെയ്ത് കിട്ടുന്നത് 371 കെൽവിനിലും ആൽഫ ഫോം ക്രിസ്റ്റലൈസ് ചെയ്ത് കിട്ടുന്നത് 303 കെൽവിനിലുമാണ്. ഇനി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ബീറ്റ ഫോം ഇസ് 423 കെൽവിൻ. അപ്പോൾ ഇവർ തമ്മിൽ ചെറിയൊരു മെൽറ്റിംഗ് പോയിന്റ് ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ ഇവരുടെ ഡിഫറൻസ് എന്തുകൊണ്ട് ഇവർ ഈ 2 ക്രിസ്റ്റലൈൻ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഈ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ മാത്രമല്ല ഗ്ലൂക്കോസിനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. അപ്പോൾ ഹൗ ഇറ്റ് എക്സിസ്റ്റ് ഇൻ എ ഡിഫറെൻറ്റ് ഫോം എന്നുള്ളത് നമുക്ക് നോക്കാം. നടുവിലത്തെ മോളിക്യൂൾ നോക്കൂ. ഇറ്റ് ഈസ് ദി ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. അതിൽ കാർബണൈൽ ഗ്രൂപ്പിലെ പൈ ബോണ്ട് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് 5th കാർബണിലെ OH ഗ്രൂപ്പിലെ ഹൈഡ്രജൻ ഈ ഓക്സിജനിൽ പോയി അറ്റാച്ച് ചെയ്യും. ആൻഡ് ഇറ്റ് ഫോംസ് OH. എന്നിട്ട് അപ്പോൾ ഈ പൈ ബോണ്ട് ഇവിടുന്ന് പോകുമ്പോൾ കാർബണിൽ ഒരു പോസിറ്റീവ് ചാർജ് വരുമല്ലോ. ദാറ്റ് കാർബൺ വിൽ ഫോം എ സൈക്ലിക് റിംഗ് വിത്ത് ഓക്സിജൻ അറ്റ് ദി 5th കാർബൺ. അങ്ങനെ നമുക്ക് ബീറ്റ ഫോം കണ്ടോ. ഇഫ് യു ലുക്ക് അറ്റ് ദി ബീറ്റ ഫോം യു ക്യാൻ സീ ദി OH ഗ്രൂപ്പ് ഇസ് പ്രസൻറ്റ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി കാർബൺ ആൻഡ് ഹിയർ ആൽഫ ഫോമിൽ OH ഗ്രൂപ്പ് ഇസ് പ്രസൻറ്റ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി ഫസ്റ്റ് കാർബൺ. ഫസ്റ്റ് കാർബണിലെ കോൺഫിഗറേഷനിൽ ഡിഫറൻസ് ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആനോമേഴ്സ് എന്ന് വിളിക്കുക.
അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും ആനോമേഴ്സ് ആണ്, ബിക്കോസ് there is a difference in the configuration of the groups attached to the carbon atoms. അല്ലേ, ഫസ്റ്റ് കാർബൺ ആറ്റംസിലുള്ള കോൺഫിഗറേഷന് ഡിഫറൻസ് ഉണ്ട്. OH ഗ്രൂപ്പ് ഇസ് പ്രസൻറ്റ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ഇൻ ദി കേസ് ഓഫ് ബീറ്റ ഫോം ആൻഡ് ഓൺ ദി റൈറ്റ് സൈഡ് ഇൻ ദി ആൽഫ ഫോം. ഈ ആൽഫയും ബീറ്റ ഫോംസിൽ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഒരു സൈക്ലിക് റിംഗ് ഫോം ചെയ്തിരിക്കുന്നത് കണ്ടൂടെ, C1ലും C5ഉം ചേർന്നിട്ട് ഓക്സിജൻ വഴി ഒരു ഹെമി അസെറ്റാൾ റിംഗ് ആയിട്ടാണ് കാണുന്നത് അല്ലേ. യു ക്യാൻ സീ ദ റിംഗ്. അപ്പോൾ അവിടെ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ല. ഈ ഒരു ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഗ്ലൂക്കോസ് ചില റിയാക്ഷൻസ് തരാത്തത്, ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റേതായിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻസ് തരാത്തത് ഇതിങ്ങനെ ഒരു റിംഗ്, സൈക്ലിക് റിംഗ് ഫോർമേഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ നെയിം ശരിക്കും പറയുമ്പോൾ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് വിളിക്കുന്നത്, ക്യാപിറ്റൽ ഡി പ്ലസ്. ഈ ക്യാപിറ്റൽ ഡി പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ഡി ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയെ ഡിനോട്ട് ചെയ്യാനായിട്ട് അവിടെ ഓൾറെഡി ഒരു പ്ലസ് സൈൻ കൊടുത്തിട്ടുണ്ട്. പ്ലസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. നമ്മൾ ഗ്ലൂക്കോസിനെ ഡെക്സ്ട്രോസ് എന്നും കൂടെ ഒരു പേര് കൊടുത്തായിരുന്നു അല്ലേ. ദറ്റ് മീൻസ് ഗ്ലൂക്കോസ് ഇസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. പ്ലസ് സൈൻ അല്ലെങ്കിൽ സ്മോൾ ഡി ആണ് നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേഷന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ക്യാപിറ്റൽ ഡി ഉദ്ദേശിക്കുന്നത് ഇതൊന്നുമല്ല. ക്യാപിറ്റൽ ഡി ഇൻഡിക്കേറ്റ് സംതിങ് എൽസ്. ഈ കോമ്പൗണ്ട് ഉണ്ടോ, ദിസ് കോമ്പൗണ്ട് ഷോൺ ഹിയർ ഇസ് നോൺ ആസ് ഡി ഗ്ലിസറാൽഡിഹൈഡ്. ക്യാപിറ്റൽ ഡി ഗ്ലിസറാൽഡിഹൈഡ്. ഈ ക്യാപിറ്റൽ ഡി ഗ്ലിസറാൽഡിഹൈഡ് എന്ന് പറഞ്ഞത് ഏറ്റവും ഇതുപോലത്തെ ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പും പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പൊക്കെയുള്ള ഏറ്റവും ചെറിയ ഒരു കോമ്പൗണ്ടാണ് ഈ ഡി ഗ്ലിസറാൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഈ ഡി ഗ്ലിസറാൽഡിഹൈഡിനെ ഒരു ബേസ് കോമ്പൗണ്ടായിട്ട് എടുത്തിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഗ്ലൂക്കോസ് പോലെയുള്ള മറ്റ് കോമ്പൗണ്ട്സിൻ്റെ കാർബൺ ആറ്റത്തിലുള്ള കോൺഫിഗറേഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ആകെ ഒരു കൈറൽ കാർബൺ ആറ്റമേ ഉള്ളൂ, ദിസ് വൺ അല്ലേ, സെക്കൻഡ് കാർബൺ ആറ്റം. ലോവസ്റ്റ് കൈറൽ കാർബൺ ആറ്റത്തിലെ കോൺഫിഗറേഷൻ നോക്കിയാണ് OH ഗ്രൂപ്പിൻ്റെ പൊസിഷൻ റൈറ്റിലാണോ ലെഫ്റ്റിലാണോ എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ഡി അല്ലെങ്കിൽ ക്യാപിറ്റൽ എൽ ആണെങ്കിൽ ലെഫ്റ്റിലായിരിക്കും. OH ഗ്രൂപ്പ് വിൽ ബി ഓൺ ദി ലെഫ്റ്റ് സൈഡ്. L കോൺഫിഗറേഷൻ വിൽ ബി അസൈൻഡ് ഇഫ് ദി OH ഗ്രൂപ്പ് ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഗ്ലൂക്കോസ് എടുക്കാം. ലുക്ക് അറ്റ് ദി ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഗ്ലൂക്കോസിലെ ലോവസ്റ്റ് കൈറൽ കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഈ 5th കാർബൺ ആറ്റമാണ് അല്ലേ, 5th കാർബൺ ആറ്റം. ഇതുമൊക്കെ കൈറാൽ തന്നെയാണ്, പക്ഷേ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കൈറാൽ കാർബൺ ആറ്റമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 5th കാർബൺ ആറ്റത്തിൽ OH ഗ്രൂപ്പ് ഇസ് ഓൺ ദി റൈറ്റ് സൈഡ് വിച്ച് മേക്സ് ഇറ്റ് ഗെറ്റ് ദി കോൺഫിഗറേഷൻ ഡി. ഗ്ലൂക്കോസിൻ്റെ സൈക്ലിക് ഫോംസ് ഉണ്ടല്ലോ, ആൽഫ ഫോം ആൻഡ് ബീറ്റ ഫോം. They can be represented in Haworth structures. പിറാനോസ് ഫോംസ് എന്നും പറയും. എങ്ങനെയാണെന്ന് നോക്കാം. ഗ്ലൂക്കോസിൻ്റെ സൈക്ലിക് ഫോംസ് കാണാം. പിറാനോസ് സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കും, ബിക്കോസ് ഇറ്റ് ഇസ് സിമിലർ ടു ദി മോളിക്യൂൾ പിറാൻ. ബെൻസീൻ റിങ്ങിലെ ഒരു കാർബണിന് പകരം ഒരു ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സിമിലർ ടു ദിസ് സ്ട്രക്ചർ. കണ്ടോ, 5 കാർബൺ ആറ്റംസും ഒരു ഓക്സിജൻ ആറ്റവും. ആ സൈക്ലിക് റിങ്ങില്ലേ, ഓക്സിജൻ ത്രൂ ആയിട്ടുള്ള C1ലും C5ലും ഉള്ള കാർബൺ ആറ്റംസിനെ ജോയിൻ ചെയ്യുന്ന ഓക്സിജൻ, അതാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഓക്സിജൻ്റെ തൊട്ട് താഴെയുള്ള കാർബണിന് നമ്മൾ ഫസ്റ്റ് കാർബൺ, കാരണം ആ കാർബണിൽ നിന്നാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പിലെ കാർബണാണത്, കാർബണൈൽ ഗ്രൂപ്പിലെ കാർബണാണത്. ആൻഡ് ദാറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു ദി ഓക്സിജൻ ഓഫ് ദി 5th കാർബൺ ആറ്റം. അപ്പോൾ ഇത് 5th കാർബൺ ആറ്റമാണ്. ദിസ് വൺ ഇസ് ദി 5th കാർബൺ ആറ്റം ആൻഡ് ദിസ് ഇസ് ദി 1st കാർബൺ ആറ്റം. 1st and 5th ഓക്സിജൻ. അണ്ടർസ്റ്റുഡ്? 2nd, 3rd, 4th ആൻഡ് ദിസ് ഇസ് ദി 6th കാർബൺ ആറ്റം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ എബവ് ദി പ്ലെയിൻ ആൻഡ് ബിലോ ദി പ്ലെയിൻ ആയിട്ട് ഈ HOH റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറയാം. നമ്മളിങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് 1, 2, 3, 4, 5, 6 ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്.
all the groups on the right side, കാർബൺ ആറ്റത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഗ്രൂപ്പ്സിനെ നമ്മൾ ബിലോ ദി പ്ലെയിനും ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രൂപ്പ്സിനെ എബവ് ദി പ്ലെയിനുമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. യു ജസ്റ്റ് ലുക്ക് അറ്റ് ദി ആൽഫ ഡി ഗ്ലൂക്കോപിരാനോ സ്ട്രക്ചർ. ഫസ്റ്റ് കാർബണിൽ OH ഗ്രൂപ്പ് ഇസ് ഓൺ ദി റൈറ്റ്. ആൽഫ ഡിയിൽ റൈറ്റിലായിരിക്കും ഫസ്റ്റ് കാർബണിൽ അല്ലേ. H is on the left. അപ്പോൾ റൈറ്റ് സൈഡിലുള്ളവരെ നമ്മൾ ബിലോ ദി പ്ലെയിൻ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ OHനെ താഴേക്കാണ് വരച്ചിരിക്കുന്നത്. സെക്കൻഡ് കാർബൺ ആറ്റത്തിലും OH റൈറ്റ് സൈഡിലാണ്, സോ ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബിലോ. തേർഡ് കാർബൺ ആറ്റത്തിൽ ഗ്ലൂക്കോസിലെ രണ്ട് ഫോംസിലും തേർഡ് കാർബൺ ആറ്റത്തിൽ OH ഗ്രൂപ്പ് ഇസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അതിനെ എബവ് ദി പ്ലെയിൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഫോർത്ത് കാർബൺ ആറ്റത്തിൽ എഗൈൻ OH ഇസ് ഓൺ ദി റൈറ്റ് സൈഡ്, സോ ഇറ്റ് ഇസ് ബിലോ ദി പ്ലെയിൻ. പിന്നെ നമ്മൾ CH2OH ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിൽ ഇവിടെ സൈക്ലിക് റിംഗ് ആണ്. CH2OH സിക്സ്ത് കാർബൺ ആറ്റത്തിൽ നമ്മൾ മുകളിലേക്കും കാണിച്ചിരിക്കുന്നു. ഇനി ബീറ്റ നോക്കൂ. ബീറ്റയിൽ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ OH ലെഫ്റ്റ് സൈഡിലാണ്, സോ ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് എബവ് ദി പ്ലെയിൻ. ബാക്കിയെല്ലാം ഒരേപോലെ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലുള്ള ഗ്രൂപ്പ്സിനെ ബിലോ ദി പ്ലെയിനും ലെഫ്റ്റ് സൈഡിലുള്ള ഗ്രൂപ്പ്സിനെ എബവ് ദി പ്ലെയിനുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ദി പിരാനോസ് സ്ട്രക്ചർ ഓർ ഹാവർത്ത് സ്ട്രക്ചർ. ഇതിലുള്ള ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഫോർത്ത് കാർബൺ കണ്ടോ? ഫോർത്ത് കാർബണിലെ OH ശരിക്കും റൈറ്റ് സൈഡിലാണ്, ഇവിടെ H ആണ് കേട്ടോ. ജസ്റ്റ് മേക്ക് ദറ്റ് കറക്ഷൻ. പിരാനോ സ്ട്രക്ചേഴ്സിൽ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഓപ്പൺ ചെയിനിലെ തെറ്റായിരുന്നു അത്. ഗ്ലൂക്കോസ് ഈക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ ആൽഫ ഫോം 36%, ബീറ്റ ഫോം 64%, ട്രേസ് എമൗണ്ട്സ് ഓഫ് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറാണ് ഉണ്ടാവുക. പക്ഷേ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആയി കഴിയുമ്പോൾ വൺ ഫോം വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ദി അതർ. അപ്പം അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അവരുടെ സ്പെസിഫിക് റൊട്ടേഷൻ മാറും, അതായത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ചേഞ്ച് ആവും. ദിസ് ചേഞ്ച് ഇൻ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഈസ് നോൺ ആസ് മ്യൂട്ടാ റൊട്ടേഷൻ. നമുക്ക് പഠിക്കാനുള്ള അടുത്ത മോണോസാക്രൈഡ് ഫ്രക്ടോസ് ആണ്. ഇതാണ് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ കീറ്റോ ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. മോളിക്കുലർ ഫോർമുല ഇസ് സെയിം ആസ് ഗ്ലൂക്കോസ്, C6H12O6 എന്ന് തന്നെ. തേർഡ് കാർബൺ ആറ്റത്തിൽ ഗ്ലൂക്കോസിലെ പോലെ തന്നെ OH ഗ്രൂപ്പ് ഇസ് പ്രസൻറ്റ് ഓൺ ദി ലെഫ്റ്റ്. ക്യാപിറ്റൽ D ആണ് കോൺഫിഗറേഷൻ. ഡി ഗ്ലിസറാൽഡിഹൈഡ് പോലെ തന്നെ ലോവസ്റ്റ് ആയിട്ടുള്ള കൈറാൽ കാർബൺ ആറ്റത്തിലെ OH റൈറ്റ് സൈഡിലാണ്. ഫ്രക്ടോസ് പക്ഷേ D- എന്നാണ് പറഞ്ഞത്, അതായത് ലേവോ റൊട്ടേറ്ററി ആണ്. ഗ്ലൂക്കോസ് പ്ലസ് അല്ലേ, D+ ഗ്ലൂക്കോസ് ആയിരുന്നു, ഇറ്റ് ഇസ് ഡെക്സ്ട്രോ. ഫ്രക്ടോസ് ഇസ് ലേവോ റൊട്ടേറ്ററി. ഫ്രക്ടോസിൻ്റെ സൈക്ലിക് ഫോം ഉണ്ട്. ആ സൈക്ലിക് ഫോംസ് ഫ്യൂറാനോസ് സ്ട്രക്ചേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫ്യൂറാൻ എന്ന മോളിക്യൂളിന് സിമിലർ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഫ്യൂറാനോസ് സ്ട്രക്ചേഴ്സ് ഓർ ഹാവർത്ത് സ്ട്രക്ചേഴ്സ് ഓഫ് ഫ്രക്ടോസ് എന്നാണ് പറയുക. ആൽഫ ഡി ഫോം ആൻഡ് ദി ബീറ്റ ഡി ഫോം. ആ ഫോംസ് മാത്രം നമുക്ക് വരയ്ക്കാൻ പഠിക്കണം. ഫ്രക്ടോസിൻ്റെ ആൽഫ ബീറ്റ ഫോംസ് തന്നിട്ടുണ്ട്. അതിൽ ശ്രദ്ധിച്ചാൽ കാണാം സെക്കൻഡ് കാർബൺ ആറ്റം, കീറ്റോ ഗ്രൂപ്പ് സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണല്ലോ. അപ്പോൾ സെക്കൻഡ് കാർബൺ ആറ്റവും ഫിഫ്ത്ത് കാർബൺ ആറ്റവും തമ്മിലാണ് ആ സൈക്ലിക് റിംഗ് ഫോം ചെയ്തിരിക്കുന്നത്. കണ്ടോ, ബീറ്റ ഡി ആൻഡ് ആൽഫ ഡി ഫോംസ്. ഫ്യൂറാനോ സ്ട്രക്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്, ഫ്യൂറാൻ എന്ന മോളിക്യൂളിന് സിമിലർ ആയിട്ട്. അപ്പോൾ ദിസ് ഇസ് C2 ആൻഡ് ദിസ് ഇസ് C5. ഉണ്ടോ, C5ഉം C2ഉം ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ ഓക്സിജൻ വഴിയാണ്. സിമിലർലി ഇൻ ബീറ്റ ഡി ഓൾസോ. ദ ഡിഫറൻസ് ഇസ് ദാറ്റ് ഇവിടെ C2 കാർബൺ ആറ്റം, C2 കാർബൺ ആറ്റത്തിലെ കോൺഫിഗറേഷനാണ് ഡിഫറൻസ്. ആൽഫ ബീറ്റ ഫോംസിൽ C2യിലെ OH റൈറ്റ് സൈഡിലാണ്, ബിലോ ദി പ്ലെയിൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ബീറ്റ ഡിയിൽ C2യിലെ OH ലെഫ്റ്റ് സൈഡിലാണ്, സോ ഇറ്റ് ഇസ് പ്രസൻറ്റ് എബവ്, ഇൻഡിക്കേറ്റഡ് എബവ് ദി പ്ലെയിൻ. അതാണ് വ്യത്യാസം. ബാക്കിയെല്ലാം ഡൈസാക്രൈഡ്സ് ആണ്. ഫസ്റ്റ് ഡൈസാക്രൈഡ് ഇസ് സൂക്രോസ്. സൂക്രോസ് ഇസ് ഓൾസോ നോൺ ആസ് ഇൻവേർട്ട് ഷുഗർ. ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് സൂക്രോസ് ഒരു D+ ഗ്ലൂക്കോസും ഒരു D- ഫ്രക്ടോസും ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ത്രൂ
ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാർബൺ ആറ്റംസ് തമ്മിൽ ഒരു ഓക്സിജൻ വഴി ബോണ്ടഡ് ആവുമ്പോഴാണ് അതിനെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് പിക്ചർ യു ക്യാൻ സീ ദാറ്റ് ഗ്ലൂക്കോസും ഫ്രക്ടോസും തമ്മിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ഒരു ഓക്സിജൻ വഴി ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സുക്രോസിൻ്റെ സ്ട്രക്ചർ. ഇനി എന്താ ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നത്? സുക്രോസ് ഇസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ഡെക്സ്ട്രോയാണ്. പക്ഷേ ഇത് ഹൈഡ്രലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും ഒരു ഫ്രക്ടോസ് മോളിക്യൂളും കിട്ടും. ഗ്ലൂക്കോസ് പ്ലസ് 52.5 ആണ് അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ. എന്നാൽ ഫ്രക്ടോസ് ലൈബോ റൊട്ടേറ്ററി ആണ്, മൈനസ് 92.4. പ്ലസ് 52.5 ആണ് ഗ്ലൂക്കോസിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ, മൈനസ് 92.4 ആണ് ഫ്രക്ടോസിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ. ഇക്വിമോളാർ ആയിട്ടുള്ള ഒരു മിക്സ്ചർ ഫോം ചെയ്യുമ്പോൾ ഹൈഡ്രോളിസിസ് വഴി ഡി പ്ലസ് ഗ്ലൂക്കോസും ഡി മൈനസ് ഫ്രക്ടോസും ഇക്വിമോളാർ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ ആരുടെ സ്പെസിഫിക് റൊട്ടേഷൻ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്? ഫ്രക്ടോസിൻ്റെ, ബിക്കോസ് ഇറ്റ് ഇസ് മൈനസ് 92.4. ദ റിസൾട്ടിംഗ് മിക്സ്ചർ വിൽ ബി ലേവോ റൊട്ടേറ്ററി. അപ്പോൾ ഡെക്സ്ട്രോ ഇസ് കൺവേർട്ടഡ് ടു ലേവോ റൊട്ടേറ്ററി മിക്സ്ചർ. അതുകൊണ്ടാണ് സൂക്രോസിനെ ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നത്. സൂക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗറാണ്, കാരണം ഗ്ലൂക്കോസിൻ്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പും ഫ്രക്ടോസിൻ്റെ കീറ്റോ ഗ്രൂപ്പും തമ്മിലാണ് അവിടെ ബോണ്ട് ചെയ്തിരിക്കുന്നത്. സോ ദേ ആർ നോട്ട് ഫ്രീ. സോ ദിസ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. അടുത്ത ഡൈസാക്രൈഡ് മാൾട്ടോസ് ആണ്. മാൾട്ടോസ് ഫോം ചെയ്തിരിക്കുന്നത് രണ്ട് ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ചേർന്നിട്ടാണ്. ഒരു ഗ്ലൂക്കോസിൻ്റെ C1 കാർബൺ ആറ്റവും അടുത്ത ഗ്ലൂക്കോസിൻ്റെ C4 കാർബൺ ആറ്റവും തമ്മിലാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ട്രക്ചർ കാണാം. അപ്പോൾ ആ മോണോമേഴ്സ് ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇനി അടുത്തത് ലാക്ടോസ്. ലാക്ടോസ് മിൽക്ക് ഷുഗറാണ്. മിൽക്ക് ഷുഗർ ഫോം ചെയ്തിരിക്കുന്നത് ഒരു ബീറ്റാ ഡി ഗാലക്ടോസും ഒരു ബീറ്റാ ഡി ഗ്ലൂക്കോസും ചേർന്നിട്ടാണ്. ബീറ്റാ ഡി ഗാലക്ടോസിൻ്റെ C1ഉം ബീറ്റാ ഡി ഗ്ലൂക്കോസിൻ്റെ C4ഉം ചേർന്നിട്ടാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഫോം ചെയ്തിരിക്കുന്നത്. യു ക്യാൻ സീ ദി പിക്ചർ. പോളിസാക്രൈഡ്സ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, ഈ മൂന്ന് പേരെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാർച്ച് ഡയറ്ററി സോഴ്സാണ് നമ്മുടെ, അല്ലേ, ചീഫ് ഡയറ്ററി സോഴ്സാണ്. സ്റ്റാർച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് 2 components. One is amylose and the second one is amylopectin. രണ്ട് കോമ്പണൻസും ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് വഴിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അമൈലോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമൈലോസ് ഇസ് ഫോംഡ് ബൈ ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് ബിറ്റ്വീൻ C1 and C4 ഓഫ് മെനി ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ്. ഇത് ബ്രാഞ്ച്ഡ് അല്ല, വാട്ടർ സോളിബിൾ ആണ്. സ്റ്റാർച്ചിൻ്റെ 15 to 20% ആണുള്ളത്. എന്നാൽ അമൈലോപെക്റ്റിൻ എന്ന് പറഞ്ഞ സെക്കൻഡ് കോമ്പണൻറ്റ്, ദീസ് ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ്. C1, C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് തന്നെ, പക്ഷേ ഇവർ ബ്രാഞ്ച്ഡ് ആണ്. C1, C6 പൊസിഷൻസിലാണ് ബ്രാഞ്ചിങ്. മാത്രമല്ല ഈ അമൈലോപെക്റ്റിൻ അതുകൊണ്ട് വാട്ടർ ഇൻസോളിബിൾ ആണ്, വാട്ടർ സോളിബിൾ അല്ല. അപ്പോൾ സ്റ്റാർച്ച് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊളോയിഡൽ സൊല്യൂഷനാണ് ഫോം ചെയ്യുന്നത്, അല്ലേ, ക്ലിയർ സൊല്യൂഷൻ അല്ല. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദിസ് അമൈലോപെക്റ്റിൻ. നമുക്കതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അമൈലോസ് ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഇസ് അമൈലോപെക്റ്റിൻ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്രാഞ്ചസ് കാണാം നിങ്ങൾക്ക്. നമുക്ക് രണ്ട് പോളിമേഴ്സ് കാണാം. ഇതിൽ C1 ഇതിൽ C6 തമ്മിലാണ് ആ ബ്രാഞ്ചിങ് വന്നിരിക്കുന്നത്. കണ്ടോ? C1, C6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ്, ദാറ്റ് ഇസ് അമൈലോപെക്റ്റിൻ. ഇത് അമൈലോസ് ആണ്. അടുത്ത പോളിസാക്രൈഡ് സെല്ലുലോസ് ആണ്. പ്ലാന്റ്സിൽ മാത്രം കാണുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് സെല്ലുലോസ്. സെൽ വാളിലാണ് സെല്ലുലോസ് ഉള്ളത്. ബീറ്റാ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് C1, C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജസ് വഴിയാണ് സെല്ലുലോസ് ഫോം ചെയ്തിരിക്കുന്നത്. പ്ലാന്റ്സിലുള്ള ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണിത്. ലാസ്റ്റ് പോളിസാക്രൈഡ് ഇസ് ഗ്ലൈക്കോജൻ.
Glycogen is also known as animal starch. അമൈലോപെക്റ്റിനില്ലേ, സ്റ്റാർച്ചിൻ്റെ ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള കമ്പണൻറ്റ്, ആ കമ്പണൻറ്റിൻ്റെ സ്ട്രക്ചറിനോട് സിമിലർ ആയതുകൊണ്ടാണ് നമ്മളിതിനെ ആനിമൽ സ്റ്റാർച്ച് എന്ന് വിളിക്കുന്നത്. ബട്ട് ദിസ് ഇസ് പ്രസൻറ്റ് ഇൻ ആനിമൽസ്, എസ്പെഷ്യലി ഇൻ ലിവർ, മസിൽസ്, ബ്രെയിനിലൊക്കെയാണ് ഗ്ലൈക്കജൻ ഉള്ളത്. അമൈലോപെക്റ്റിനേക്കാൾ ബ്രാഞ്ച്ഡ് ആണ് ഗ്ലൈക്കോജൻ കേട്ടോ. എപ്പോഴൊക്കെയാണോ നമ്മുടെ ബോഡിക്ക് എനർജി വേണ്ടത്, അപ്പോൾ ഗ്ലൈക്കോജൻ ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ബൈ എൻസൈംസ്. ഈസ്റ്റിലും ഫംഗയിലും ഒക്കെ ഈ ഗ്ലൈക്കോജൻ കാണാറുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രോട്ടീൻസും വിറ്റമിൻസും ന്യൂക്ലിക് ആസിഡ്സും ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ കഴിയും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.